ഇത് സാംസങ്ങിൻ്റെ ഫോൾഡ് 4 ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഔട്ടർ ഡിസ്പ്ലേ ഓക്കെയാണ്, പക്ഷേ ഇന്നർ ഡിസ്പ്ലേ തുറന്നു കഴിഞ്ഞാൽ ഇന്നർ ഡിസ്പ്ലേ ഫുൾ ബ്ലാങ്ക് ആണ്. അപ്പോൾ ഫോൾഡ് 3 ആൻഡ് ഫോൾഡ് 4 ഇങ്ങനത്തെ ഫോൾഡിങ് ഡിസ്പ്ലേകളിൽ ഡിവൈസുകളിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു സ്ട്രിപ്പ് ഉണ്ട്, ആ സ്ട്രിപ്പിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രിപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഫോൾഡ് ടൈപ്പ് ഡിസ്പ്ലേകളിൽ നമുക്ക് ഇവിടെ കാണാൻ 2 മദർ ബോർഡ് ഉണ്ട്. ഇവിടെ ഒരു മദർ ബോർഡ് ഉണ്ട്, ഇവിടെ ഒരു മദർ ബോർഡ് ഉണ്ട്. ഈ 2 മദർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന 2 സ്ട്രിപ്പുകളുണ്ട്. ഇതൊരു സ്ട്രിപ്പാണ്, പിന്നെ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ ഒരു സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോൾഡിങ് ഡിസ്പ്ലേകളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് തവണ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രിപ്പിലൂടെയുള്ള കണക്ഷൻസ് മിസ്സാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൾഡ് 3 സ്ട്രിപ്പിൻ്റെ ഇഷ്യൂ കൊണ്ട് ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട്. ഓഡിയോ ഇഷ്യൂ, അതേപോലെ വൈഫൈ വർക്ക് ചെയ്യാത്ത ഇഷ്യൂ. ഫോൾഡ് 4 ആണെങ്കിൽ ഡിസ്പ്ലേ ബ്ലാങ്ക് ആവുന്ന ഇഷ്യൂ. അങ്ങനത്തെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ നമുക്ക് ഈ സ്ട്രിപ്പിനെ കൊണ്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേൻ്റെ അടിയിൽ കൂടെ താഴെ കൂടെയാണ് ഈ സ്ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം ഈ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇതിൽ നിന്ന് ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ടാണുള്ളത്. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്, പേപ്പർ LED ആണ്. ഈ ഡിസ്പ്ലേ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 സ്ട്രിപ്പ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രിപ്പ് ഉള്ളത്. ഇവിടെ ഈ സ്ട്രിപ്പ് നിങ്ങൾക്ക് ഈ ഡിവൈസിൻ്റെ സ്ട്രിപ്പ് കാണാൻ ഇവിടെ ബേണായി കിടന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ സ്റ്റീല് ഇതുമോ രസീറ്റൊക്കെ ബേണായി പോകുന്നതാണ്. അപ്പോൾ അത് ഈ സ്ട്രിപ്പാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഈ സ്ട്രിപ്പ് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പ് ഇവിടുന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഷ്യൂ മാറും. പിന്നെ അതേപോലെ ഇവിടെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇഞ്ചസ്, നമ്മൾ ഫോൾഡ് ചെയ്യാനുള്ള ഇഞ്ചസാണ്. അപ്പോൾ ഈ ഫോൾഡ് 4 ഫോൾഡ് 3 വേറൊരു കംപ്ലൈൻറ്റ് വരാറുള്ളത് ഈ ഇഞ്ചസിൻ്റെ ഉള്ളിൽ പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റക്ക് ആയിരുന്നിട്ട് ഇത് കംപ്ലീറ്റ് തുറക്കാനാവാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഇഞ്ചസ് റിപ്പയർ ചെയ്താൽ ആ കംപ്ലൈൻറ്റ് നമുക്ക് ശരിയാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഔട്ടർ ഡിസ്പ്ലേയും ഇന്നർ ഡിസ്പ്ലേയും ഒക്കെ വരുന്നുണ്ട്. ആദ്യം ഔട്ടർ ഡിസ്പ്ലേ മാത്രമേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇന്നർ ഡിസ്പ്ലേയും ഫുൾ ഓക്കെയാണ്. ഇനി നമുക്ക് ഫുള്ള് പാക്ക് ചെയ്യാം.